അല്ലാഹുവേ 2 ദിവസം മുമ്പ് ഇവരാരെങ്കിലും ഇത് വിചാരിച്ചിരുന്നോ? രാത്രിയിൽ ഉറങ്ങാൻ കിടന്നതല്ലേ? നിന്റെ ആയത്ത് ഓർമ്മ വരികയാ. നീ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, അവ അമിന അഹ്ലുൽ ഖുറാ അം തഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. അവ അമിന അഹ്ലുൽ ഖുറാ, ഒരു ഗ്രാമക്കാർ, ഒരു പ്രദേശവാസികൾ നിർഭയരായിരിക്കുന്നുവോ? അം തഅതിയഹും ബഅസുനാ ബയാതാ, നമ്മളുടെ ശിക്ഷാ പരീക്ഷണം രാത്രിയിൽ അവർ വീട്ടിൽ കഴിയുമ്പോൾ അവരിലേക്ക് വരില്ലെന്നവർ വിചാരിച്ചോ? വഹും നായിമൂൻ, അവര് കൂർക്കം വലിച്ചുറങ്ങവേ, വീട്ടിൽ താമസിക്കവേ നമ്മളുടെ പരീക്ഷണം അവരിലേക്ക് വരില്ലെന്നാണോ അവര് വിചാരിക്കുന്നതെന്ന നിന്റെ ചോദ്യം? അല്ലാഹുവേ, ആ ചോദ്യത്തിൽ ഞങ്ങളിതാ നിന്റെ മുന്നിൽ സുജൂദിൽ വീഴുകയാ. റബ്ബേ, നിന്നെ അംഗീകരിക്കുകയാ. നീ സലാമത്ത് നൽകണമേ അല്ലാ. അല്ലാഹു കാക്കട്ടെ. നിങ്ങൾ ഈ ആയത്തൊന്ന് ശ്രദ്ധിച്ചിരെ. ഈ ആയത്ത് മനസ്സ് തട്ടണില്ലേ? അഫ അമിന, നിർഭയത്വത്തിലാണോ അഹ്ലുൽ ഖുറ, ഒരു ഗ്രാമവാസികൾ, അയ്യഅതിയഹും, അവർക്ക് വരുമെന്ന കാര്യത്തിൽ നിർഭയത്തിലാണോ അവർ? ബഅസുന, നമ്മളുടെ ശിക്ഷാ പരീക്ഷണം, ബയാതൻ, വീട്ടിൽ അവർ രാപ്പാർക്കവേ, വഹും നായിമൂൻ, അവരിങ്ങനെ ഉറങ്ങുമ്പോ നമ്മളെ ശിക്ഷ വരുന്ന കാര്യത്തിൽ നിങ്ങൾ നിർഭയത്വത്തിലാണോ എന്നൊരു ചോദ്യം അല്ലാഹു ശുദ്ധ ഖുർആനിലൂടെ നമ്മോട് ചോദിക്കുന്നുണ്ട്. പടച്ചോനെ, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. കസേരയിൽ ഇരിക്കുന്ന രൂപത്തിൽ മൃതദേഹങ്ങൾ സഹോദരാ സഹോദരി കരളലിയിക്കുകയാണ്. വീടിനുള്ളിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലാ മൃതദേഹങ്ങൾ. 5ഉം 6ഉം പേര് കെട്ടിപ്പിടിച്ച നിലയിലാ കരൾ പിളർക്കും കാഴ്ചകളാണ് മുണ്ടക്കയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ നെടുക്കത്തിൽ അവരങ്ങനെ അന്ത്യശ്വാസം വലിച്ചുവല്ലോ. അല്ലാഹ്, രക്ഷപ്പെടുത്താൻ അല്ലാഹു അല്ലാതെ മറ്റാരാണുള്ളത്? അല്ലാഹുവേ, സലാമത്ത് നൽകണമേ അല്ലാ. എല്ലാം നിയന്ത്രണം ആരുടെ കയ്യിലാ? അല്ലാഹുവിന്റെ കയ്യില്. നമുക്ക് ചെയ്യാനുള്ളത് എന്താ? ദുആ, ദുആ, അദ്ദുആ ഉസ്ലാഹുൽ മുഅ്മിൻ. അല്ലാഹു ആണ് എല്ലാം സംവിധാനിക്കുന്നത്. എല്ലാം അല്ലാഹുവിന്റെ കയ്യിലാ. ഒരു രാത്രി വരണമെങ്കിൽ അള്ളാഹ് വിചാരിക്കണം. ഒരു പകൽ വരണമെങ്കിൽ അള്ളാഹ് ചോദിക്കുന്നുണ്ട്, ഞാന് നിങ്ങൾക്ക് തന്ന ഈ രാത്രിയെ ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ തന്നെയായിട്ട് നീട്ടിക്കൊണ്ടുപോയാൽ ഒരു പകലിനെ പകൽ വെളിച്ചത്ത് കൊണ്ടുവരാൻ പിന്നെ ഒരാളങ്ങൾക്ക് കിട്ടുമെന്ന് അള്ളാന്റെ ഒരു ചോദ്യമുണ്ട് സൂറത്തുൽ ഖസസിലൂടെ. നിങ്ങൾക്ക് ഞാൻ തന്ന പകലിനെ ഖിയാമത്ത് നാൾ വരെ ഞാൻ അങ്ങനെ തന്നെയായിട്ട് നീട്ടിക്കൊണ്ടുപോയാൽ ഒരു രാത്രിയെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് വേറൊരു ദൈവത്തെ കിട്ടുമോ എന്ന അള്ളാന്റെ ഒരു ചോദ്യമുണ്ട്. قُلْ أَرَأَيْتُمْ إِنْ جَعَلَ اللَّهُ عَلَيْكُمُ اللَّيْلَ سَرْمَدًا إِلَى يَوْمِ الْقِيَامَةِ مَنْ إِلَٰهٌ غَيْرُ اللَّهِ يَأْتِيكُمْ بِضِيَاءٍ أَفَلَا تَسْمَعُونَ. മനുഷ്യരെ, എന്താണ് ഇതൊക്കെ ഒന്ന് ആലോചിക്കാത്തത്? എന്താണ് മനുഷ്യരെ ഇതൊന്ന് ചിന്തിക്കാത്തത്? നബിയെ, നിങ്ങൾ ആ ജനതയോടൊന്ന് ചോദിക്ക്, അവരോടൊന്ന് ചോദിക്കാറായിട്ടും അല്ല മനുഷ്യരെ, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദാ, രാത്രിയെ അല്ലാഹു അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. ഇലാ യൗമിൽ ഖിയാമ, പകലില്ലാതെ ഖിയാമത്ത് നാൾ വരെ രാത്രിയെ പടച്ച റബ്ബങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ മന്നിലാഹുന ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്കുള്ളത്? യഅതീകും ബിളിയാ,
ഒരു വെളിച്ചം പകലെന്ന പ്രകാശത്തെ കൊണ്ടുവരാൻ അല്ലാഹുവല്ലാതെ ആരുണ്ട് നിങ്ങൾക്ക്? അഫലാ തസ്മഊൻ, ഇതൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലയോ? ഇനി പകലിനെ കുറിച്ച് പറയട്ടെ. ഖുല്ലറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈകുമുൻ നഹാറ സർമദാ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈൽ തസ്കുനൂന ഫീഹി അഫലാ തുബ്സിറൂൻ. നിങ്ങളവരോട് ചോദിക്കുന്ന നബിയെ, അറഅയ്തും, മനുഷ്യരെ നിങ്ങൾ പറയൂ, ഇൻ ജഅലല്ലാഹു അലൈകുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ, ഈ പകലിനെ ഖിയാമത്ത് നാൾ വരെ ഒരു രാത്രിയില്ലാതെ അല്ലാഹു അങ്ങനെ നീട്ടിക്കൊണ്ടുപോയെന്ന് കരുത്. പകൽ തന്നെയാണ്, നീണ്ട പകലാണ് എങ്കിൽ നിങ്ങൾ പറ, മന്നിലാഹുന ഗൈറുല്ലാഹ് യഅതീകും ബിലൈൽ, ഒരു രാത്രിയെ കൊണ്ടുവരാൻ ആരാണുള്ളത് നിങ്ങൾക്ക്? എന്ത് സൂര്യൻ, ഏത് വെളിച്ചം നിങ്ങൾ കൊണ്ടുവരും? തസ്കുനൂന ഫീ, ശാന്തമായി നിങ്ങൾ ഉറങ്ങുന്ന രാത്രിയില്ലേ, ആ രാത്രിയെ കൊണ്ടുവരാൻ ആർക്ക് കഴിയും? അഫലാ തുബ്സിറൂൻ, ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലയോ? ഒരു ഉൾക്കാഴ്ചയും ഇല്ലാത്തവരായി നിങ്ങൾ മാറിയോ? അതുകൊണ്ട് സഹോദരാ, സഹോദരി, എല്ലാം പടച്ച റബ്ബിലേക്ക് സമർപ്പിച്ച് അവന്റെ ആളായി നമുക്ക് മാറാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്നിപ്പോ അള്ളാഹുവിൽ തന്നെ പലർക്കും സംശയമാണ്. അള്ളാഹുവിൽ തന്നെ സംശയം. എന്താ ചെയ്യാ? മുസ്ലിം ചെറുപ്പക്കാർ പലരും, മുസ്ലിം പെൺകുട്ടികൾ പലരും, അവരിങ്ങനെ ഈ ലിബറൽ ചിന്താഗതിയുടെ പിന്നാലെ പോവാൻ. മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, എന്റെ ജീവിതല്ലേ, അത് എന്റെ ചോയ്സാണ്, എന്റെ ഇഷ്ടമാണ്. എനിക്ക് ആണുങ്ങളെ പോലെ നടക്കണമെന്ന് പെൺകുട്ടിയൊക്കെ തോന്നുകയാണ്, എനിക്ക് പെൺകുട്ടികളെ പോലെ നടക്കണം എന്ന് ആൺകുട്ടിയൊക്കെ തോന്നുകയാണ്. എനിക്ക് കല്യാണമൊന്നും വേണ്ട, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം. ഇനി കല്യാണം കഴിയുകയാണെങ്കിൽ തന്നെ ജോലി ഇല്ലാതൊരു കല്യാണം വേണ്ട. എന്നിട്ട് എന്തിനാണ് ഈ ജോലി എന്നറിയോ? അവിടെ പ്രശ്നം. ജോലിക്ക് പ്രശ്നമൊന്നുമില്ല, പെൺകുട്ടികൾക്ക് അള്ളാന്റെ ദീനിന്റെ നിയമങ്ങൾ പാലിച്ച് ജോലിക്ക് പോകുന്നതിനൊന്നും ഒരു തടസ്സമില്ല. പക്ഷെ എന്തിനാ ജോലി എന്നറിയോ? എനിക്കൊരു ജോലി ഉണ്ടെങ്കിൽ, എനിക്കൊരു വരുമാന മാർഗം ഉണ്ടെങ്കിൽ, പിന്നെ എന്റെ ഭർത്താവ് പറയുന്നത് ഞാൻ കേൾക്കണ്ടല്ലോ. പിന്നെ എന്റെ ഭർത്താവിനോട് ചോദിക്കണ്ട, ഭർത്താവ് പറയുന്നതിനനുസരിച്ച് നിൽക്കണ്ട, എനിക്ക് എന്റെ ഇഷ്ടത്തിന് പോകാം. എനിക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ ആ നീയത്തോടു കൂടെയാണ് നീ വരുമാന മാർഗം തേടുന്നതെങ്കിൽ കുടുംബ വ്യവസ്ഥകളൊക്കെ തകർന്ന് തരിപ്പണമായി പോകില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു കാക്കട്ടെ. സഹോദരാ, സഹോദരി, ഇതൊക്കെ എത്രമേൽ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് അള്ളാനെ അംഗീകരിക്കൂ. ഫഫിറൂ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഓടിപ്പോകൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ.